സുൽത്താൻ ബത്തേരി മേഖലയിൽ ഇറങ്ങിയ കരടിയുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. കോളിയാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കരടി കടന്നു പോകുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. സുർജിത്ത് അയ്യപ്പ ടെലിഫോണിലുണ്ട്. ഗുഡ് മോർണിംഗ് അഗെയിൻ സുർജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. എന്തായാലും കരടി, കടുവ ഇതെല്ലാം തന്നെ ഈ സുൽത്താൻ ബത്തേരി മേഖലയിൽ ഭീതി സൃഷ്ടിക്കുന്നു എന്നതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ് ഈ ദൃശ്യം. അതായത് നേരത്തെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യം കോടതി വളപ്പിലൂടെ കരടി ഇറങ്ങിപ്പോയി താഴേക്ക് പോകുന്നതായിരുന്നു. ഇതിനുശേഷം അത് യാത്രക്കാർ പകർത്തിയ ദൃശ്യമായിരുന്നു. ഇതിനുശേഷമാണ് ഇത് കോളിയാടി ടൗണിൽ എത്തിയത്. കോളിയാടി ടൗണിൽ അഷറഫ് എന്നയാളുടെ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച CCTVയിലാണ് ഈ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യത്തിലാണ് ഈ കരടി നടന്ന് നടു റോഡിലൂടെ നീങ്ങുന്ന ആ ദൃശ്യമാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇതിനടുത്താണ് തൂവരിമലയുള്ളത്, മാത്രമല്ല അമ്പുകുത്തി മലയുള്ളത്. ഇവിടെ എല്ലാം തന്നെ ഈ കരടി കയറിയ ഒരുപക്ഷെ ഇത് മറ്റ് മേഖലയുണ്ട്, അമ്പലവയൽ അടക്കമുള്ള നഗരം ഈ ഇതിനോട് ചേർന്നാണ്. എന്തായാലും ഈ മേഖലയിലേക്ക് കരടി എത്തുമോ എന്നുള്ള ആശങ്കയെല്ലാം തന്നെ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ജനവാസ മേഖലയിലാണ് ഈ കരടിയുടെ സാന്നിധ്യം നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭീതിക്ക് ആക്കം കൂടുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലായി ചൂരിമല പ്രദേശത്ത് കടുവ ഇറങ്ങിയിരുന്നു. കടുവ ധാരാളം വളർത്തുമൃഗങ്ങളെ പിടിച്ചിരുന്നു. ആ കടുവ ഇന്ന് കൂട്ടിലായതിന്റെ ആശ്വാസം ഈ ചൂരിമല കൊളകപ്പാറ മേഖലയിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ അതിനടുത്ത് തന്നെയാണ് ഈ കോടതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്നത്. ഏതാണ്ട് കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കരടിയെ സംബന്ധിച്ച് ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് അത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇന്നലെ രാത്രി തന്നെ RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മേഖല കേന്ദ്രീകരിച്ചെല്ലാം തന്നെ പരിശോധന നടത്തിയതാണ്. പക്ഷേ കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ജനവാസ മേഖലയുള്ള പ്രദേശങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നത്. SK. ഓക്കെ, ടെലിഫോണിൽ ഉണ്ടായിരുന്നത് സുർജിത്ത് അയ്യപ്പത്താണ്. താങ്ക് യു സുർജിത്ത്.